ഈ നാഷണലിസം ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ ആണ് എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. സാറിന്റെ അഭിപ്രായം എന്താ? എൻ്റെ ബിനു, എനിക്ക് വളരെ കഷ്ടം തോന്നുന്ന കാരണം വെച്ചാൽ നാഷണാലിസം എന്ന് പറയുന്നത് എൻ്റെ പരിമിതമായ അറിവിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന് 2 നൂറ്റാണ്ടിന് പഴക്കമുണ്ട്. നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമായിട്ടും ഒരു രാഷ്ട്രത്തിലെ ആളുകൾ വിചാരിക്കുകയാണ് ഞങ്ങളെ ഭരിക്കും, ഞങ്ങളെ ഭരിക്കും, സെൽഫ് റൂൾ എന്നതാണ് എന്ത് നാഷണാലിസത്തിന്റെ, ദേശീയവാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ലോകത്ത് മുഴുവൻ ഇതിന് പ്രചോദനം കൊടുക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം. അത് 18-ാം നൂറ്റാണ്ടിലാണ്, 1789. അന്ന് ഏതായാലും ഗാന്ധി ഇല്ലല്ലോ. ഗാന്ധി ഇരിക്കുന്നത് ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പാണ്, 80 കൊല്ലം മുമ്പാണ്. ദേശീയവാദം ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ അത് ഗാന്ധി അവിടെ വരുന്നതിന് മുമ്പേ തിലക് അത് ഉയർത്തുന്നുണ്ട്. ബാലഗംഗാധര തിലക്. ഇവിടെ ആളുകൾ കോൺഗ്രസിന് അന്നത്തെ നേതാവാണ് തിലക് മരിക്കുന്നത് ഗാന്ധി അവിടെ എത്തി 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. 1920 അദ്ദേഹം മരിക്കുന്നത്, തിലക് മരിക്കുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു, അദ്ദേഹം ദേശീയവാദിയാണ്. ആ കാലത്ത് മുഹമ്മദ് അലി എന്ന ദേശീയവാദിയാണ്. അപ്പോ ഞങ്ങൾ ഭരിക്കും, ഞങ്ങളെ ഒരു ചക്രവർത്തി ഭരിക്കണ്ട, ഞങ്ങളെ ഒരു വിദേശി ഭരിക്കണ്ട. അതിപ്പോ ഇവിടെ നമ്മൾ ഇരിക്കുന്ന അയർലൻഡ് നൂറ്റാണ്ടുകൾ നീണ്ട ആ ഇതൊക്കെ ഇപ്പൊ എന്നെക്കാലത്ത് ബിനുവിനെ അറിയാം. നമ്മളിവിടുത്തെ സ്മാരകങ്ങളൊക്കെ പോയി കണ്ടല്ലോ. അപ്പോ ഗാന്ധി ഇത് ചോദിക്കുന്നത്, ഈ ചോദ്യം ദേശീയവാദം, ദേശീയബോധം എന്നാണ് ഇന്ത്യയിൽ ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് അടുത്ത യോഗത്തിലേക്ക് പോകും. അദ്ദേഹം ഹിന്ദു സ്വരാജിൽ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ബംഗാൾ വിഭജനത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ദേശീയവാദം ഉണർന്നത്. ബംഗാൾ വിഭജനം എന്ന ലോർഡ് കഴ്സൺ വൈസ്രോയി ആയിരിക്കുമ്പോൾ 1905 അന്ന് ബംഗാൾ വിഭജിച്ചു. എങ്ങനെ? കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളുമായിട്ട്. കിഴക്കൻ ബംഗാൾ എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഇപ്പൊ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞത്. അന്നത്തെ കാര്യമാണ് 1905. അപ്പൊ അത് ഫലത്തിൽ ഒരു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ബംഗാളും ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ബംഗാളും എന്നാണ്. അത് ചെയ്തതിനാ അവിടെ മൂത്തു വരുന്ന ദേശീയവാദം, സ്വാതന്ത്ര്യ സമരം, ദേശീയത തളർത്താൻ വേണ്ടി ചെയ്തതാ. ഭരണ സൗകര്യാർത്ഥം എന്നാണ് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് മറുപടി പറഞ്ഞു, ന്യായം പറഞ്ഞു. അന്ന് എല്ലാ മതക്കാരും ഒന്നിച്ചുകൂടി അതിനെ എതിർത്തു. 1905 ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാർസികളും ബൗദ്ധന്മാരും ജൈനന്മാരും സിഖുകാരും ഒക്കെ കൂടി അതിനെ എതിർത്തു. അന്ന് അവർ പാടിയിരുന്ന പാട്ടാണ് വന്ദേ മാതരം. രക്ഷയില്ലാതെ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1911 അത് റദ്ദാക്കി. തമാശല്ലേ? 1940 ആകുമ്പോഴേക്ക് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പറയാണ്, ഒരു വിഭാഗം ഹിന്ദുക്കളും ഒരു വിഭാഗം മുസ്ലിങ്ങളും, ഈ രാജ്യം തന്നെ ഒന്ന് പകുത്തു തരയണമേ. അങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ കൊള്ളരായ്മയുടെ ഊക്ക്. മനസ്സിലാണോ? അപ്പോ നാഷണാലിസം എന്ന് പറയുന്നത് ഗാന്ധിക്ക് അങ്ങനെയുണ്ട്. ഗാന്ധി ആദ്യമായി പ്രസംഗിക്കുമ്പോൾ അത് വരുന്നുണ്ട്. ഗാന്ധി ആദ്യം പ്രസംഗിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. 1893 അവിടെ എത്തിയത്. 93-ഓ 94-ഓ ആണ് ഈ പ്രസംഗം. എനിക്കിപ്പോ കൃത്യം തീയതി ഓർമ്മയില്ല. അപ്പൊ അദ്ദേഹം വളരെ മോശമാണ് പ്രസംഗം. അന്ന് സ്കൂളിലൊക്കെ വലിയ ലജ്ജാലുവാണ്. ഇവിടെ ബോംബെയില് കോടതിയിൽ ആദ്യം എഴുതിയിരുന്നപ്പോൾ സംസാരിക്കാൻ കഴിയാതെ തടി വിറച്ച് കണ്ണൊക്കെ നിറഞ്ഞ് തൊണ്ടയെടുത്ത് ഇരുന്ന ഒരാളാണ്. അവിടെ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പൊതുയോഗം വിളിക്കാണ് ഗാന്ധി. ആ പൊതുയോഗം വിളിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ പോകും. അദ്ദേഹം വിളിച്ചു കൂട്ടി. അദ്ദേഹം പറയണം, നമ്മളിവിടെ പല ഭാഷക്കാരുണ്ട്. ഹിന്ദി, ഗുജറാത്തി, മറാത്തി, തമിഴ്, അങ്ങനെ പല ഭാഷയുള്ള ആളുകൾ, പല നാട്ടുകാരാണ്.
തമിഴ്നാട്ടുകാരുണ്ട്, ഗുജറാത്തികളുണ്ട്, മറാത്തികളുണ്ട്. നമ്മൾ തമ്മിൽ വേഷത്തിനൊക്കെ വലിയ വ്യത്യാസമുണ്ട്, ഭക്ഷണ രീതിക്ക് വ്യത്യാസമുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്, നമ്മൾ കല്യാണം കഴിക്കുന്നതിനും മരിക്കുന്നതിനൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളെ കൂടെ ഒരുമിച്ച് കൂടിയത് നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന അർത്ഥത്തിലാണ്. ഈ സംഭവമല്ല ഗാന്ധി തന്റെ ഹിന്ദു സ്വരാജിൽ ഉന്നയിക്കുന്നത്. അദ്ദേഹം ബംഗാൾ വിഭജനമാണ് പറഞ്ഞത്, കാരണം വലിയ സമരമാണ്. അപ്പൊ അന്ന് ഗാന്ധിക്ക് ആ കാഴ്ചപ്പാടുണ്ട്. ഗാന്ധി ഹിന്ദു എന്നോ മുസ്ലിം എന്നോ മറ്റേ പാർസി എന്നോ അല്ല കാണുന്നത്, ഇന്ന ഭാഷ സംസാരിക്കുന്നതല്ല. നമ്മൾ ഒരു നാട്ടുകാരാണ്, ഒരു ദേശക്കാരാണ്, ജന്മം കൊണ്ട് നമ്മൾ ഒരു നാട്ടുകാരാണ്. അതാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ് ഗാന്ധി പറഞ്ഞത്. ഗാന്ധിക്ക് ആ കാഴ്ചപ്പാട് എന്നുണ്ട്, സംശയമില്ല. പിന്നെ അതൊരു കുറ്റമായിട്ടാണോ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഏതായാലും അത് ചരിത്രപരമായി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു ചോദ്യം, ഗാന്ധിയുടെ ഈ ചെറുപ്പക്കാരായ 2 പെൺകുട്ടികളെ ഊന്നുവടിയായി ഉപയോഗിക്കുകയും ഗാന്ധി അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം ടെസ്റ്റ് ചെയ്യാൻ അവരുടെ കൂടെ കിടന്നതും ഒക്കെയാണ് രവീന്ദ്രൻ ഒരു ആക്ഷേപമായി ഉന്നയിച്ചത്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? രവിചന്ദ്രൻ ആ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹത്തെ പ്രസംഗം കേട്ടാൽ ഗാന്ധിക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു, അങ്ങനെ സ്വഭാവം ഉണ്ടായിട്ടില്ല. ഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്ന മാതിരി ലൈംഗിക താല്പര്യം വളരെയധികം ഉണ്ടായിരുന്ന ഒരാളാണ്, വളരെയധികം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അച്ഛന് സുഖമില്ല, അദ്ദേഹം മരണശയ്യയിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് കിടപ്പറയിലേക്ക് പോകും. അന്ന് അദ്ദേഹം ചെറിയ കുട്ടിയാണ്, കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ അവിടെ ഉണ്ടാവണമെന്ന് അദ്ദേഹം വിചാരിച്ചു, അവിടെ ഉണ്ടായില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പരിചാരകം വന്ന് വാതിൽ മുട്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, അന്ന് 4 തവണ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഇണയേർന്നു. അതിൻ്റെ കുറ്റബോധം ജീവിതം മുഴുവൻ ഗാന്ധിയെ വേട്ടയായി. 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബ്രഹ്മചര്യം സ്വീകരിച്ചു. ശരിയാണോ ചെയ്തത്? ശരിയല്ലാന്ന് പറയാം, കാരണം കസ്തൂരി ഉണ്ടല്ലോ. പക്ഷെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ എല്ലാ സുഖഭോഗങ്ങളും ഒഴിവാക്കിയിട്ട് തൻ്റെ ഊർജം മുഴുവൻ ജനസേവനത്തിന് വേണ്ടി അതിനുവേണ്ടി നീക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അദ്ദേഹം ഭാര്യയോട് ആ കാലത്ത് പറയേണ്ടത്, ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ നീ എൻ്റെ മുറിയിൽ വരരുത്. അപ്പോൾ നമ്മൾ വാർത്തയിൽ ചെന്ന് നോക്കിയാൽ ഇവർക്ക് 2 പേർക്ക് ചെറിയ വീടുകളാണ്. ബാപ്പു കുടി ബാ കുടി എന്ന് പറഞ്ഞ 2 ഒരു ചെറിയ വഴിയുടെ അപ്പുറത്ത് ബാപ്പു കുടി, ഗാന്ധിയുടെ താമസ സ്ഥലം, ചെറിയ വീടാ, കിടക്കാനൊക്കെ ഉള്ളത്. ഇപ്പുറത്ത് ബാ കുടി, ഭാര്യയ്ക്ക് താമസിക്കാം. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഗാന്ധിയുടെ സെക്രട്ടറി, അദ്ദേഹം മരിച്ചുപോയി, 2 കൊല്ലം മുമ്പ് 98-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഒരു വെങ്കിട്ടറാം കല്യാണം 1944-48 കാലത്ത് 4 കൊല്ലം ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഗാന്ധിയുടെ സെക്രട്ടറി, യഥാർത്ഥ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നറിയപ്പെട്ടിരുന്ന മഹാദേവ് ദേശായി 42-ൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ കിടന്ന് മരിച്ചു. പിന്നെ പാരലാലുണ്ട്. അപ്പൊ ഇദ്ദേഹം ടൈപ്പിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ എപ്പോഴും ഗാന്ധിയുടെ സഹചാരിയാണ് ആര്? വെങ്കിട്ടറാം കല്യാണം. വെങ്കിട്ടറാം കല്യാണത്തോട് ഞാൻ ചോദിച്ചത്, നിങ്ങളിപ്പോൾ ചോദിച്ചു, കാരണം ഞാൻ അതുപോലെ കേട്ടിട്ടുണ്ട്. അപ്പൊ വെങ്കിട്ടറാം കല്യാണം പറഞ്ഞ വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു വേറെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. വെങ്കിട്ടറാം കല്യാണം പറഞ്ഞ ഈ കാര്യങ്ങൾ എൻ്റെ ഒരു പുസ്തകത്തിലുണ്ട്. വെങ്കിട്ടറാം കല്യാണത്തെ പറ്റി ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഈ സംഭാഷണം മാത്രമായിട്ട്. അതിന്റെ പേര് ഗാന്ധിയുടെ സാക്ഷി. അത് DC ബുക്സ് അടിച്ചിട്ടുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് ഇപ്പോൾ വരുന്നുണ്ട്, ഗാന്ധി എലൈവ് എന്ന് പറഞ്ഞ് മാതൃമ അടിക്കുന്നുണ്ട്. അതിലെ കാര്യമായി പറഞ്ഞത് 78-ാമത്തെ വയസ്സിലാണ് ഗാന്ധി ഈ പരീക്ഷണം നടത്തുന്നത്. മനു ഗാന്ധി, ആഭ ഗാന്ധി. ഈ മനു ഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു കസിന്റെ പേരക്കുട്ടിയാണ്. ആഭ ഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു കസിന്റെ കുട്ടിയുടെ, കനു ഗാന്ധിയുടെ ഭാര്യ ആഭ. അവള് ഗാന്ധി കുടുംബത്തിൽ പറഞ്ഞ ആളല്ല, ഒരു ഗാന്ധി കുടുംബത്തിലെ ആളെ കല്യാണം കഴിച്ചുകൊണ്ട് ആ പേര് വന്നു. ഇവരുമായിട്ട് അദ്ദേഹം ഇങ്ങനെ നഗ്നനായിട്ട് കിടക്കുക, അവരുടെ കൂടെ കിടക്കുക, അവർ നഗ്നനായിട്ട് കിടക്കുക.
എന്നൊരു പരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ശരിയാണോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ശരിയല്ല. ശരിയല്ല. അപ്പൊ അവിടെ എന്താ ഉണ്ടായത്? ആ സമയത്ത് ഈ വെങ്കിട്ടറാം കല്യാണം അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. വെങ്കിട്ടറാം കല്യാണം ഇതിനെപ്പറ്റി ആൾക്കാർ പറഞ്ഞു കേട്ടതാണ്. ഇതിനെ ഗാന്ധിയുടെ കൂടെയുള്ള ആരും അംഗീകരിച്ചില്ല. ഉദാഹരണത്തിന് ഗാന്ധിയുടെ മകൻ ദേവദാസ് ഗാന്ധി അതിനെ എതിർത്തു, ജവഹർലാൽ നെഹ്റു അതിനെ എതിർത്തു. ഗാന്ധിയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന അത് നവഖാലി വെച്ചിട്ടാണ്, ക്യാമ്പിൽ വെച്ചിട്ടാണ്. തക്കർ ബാപ്പ ഈ ഒറ്റ കാര്യം കൊണ്ട് ഗാന്ധി ഉപേക്ഷിച്ചു പോയി. ഇത് വലിയ ഗാന്ധി ഭക്തരായിട്ട് ഇത്രയോ കാലം ഗാന്ധിയുടെ കൂടെ നടന്ന ആളാണ്. ഭ്രാന്താന്ന് വെച്ചിട്ട് സംശയം അങ്ങനെ ഉണ്ടായില്ലേ? അപ്പോ ഈ പ്രഭാഷണം കേട്ടാല് അതേ യൗവനകാലത്ത് അല്ലെ മധ്യവയസ്കനായിരുന്നപ്പോ ഇങ്ങനെ ചെയ്തെന്ന് തോന്നുമാതിരി പ്രായത്തെ പറ്റി എനിക്ക് പറയില്ല. അതുകൊണ്ട് ഗാന്ധി ചെയ്തതൊക്കെ ശരിയാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ആർക്കുമില്ല. ഗാന്ധിക്ക് തെറ്റുപറ്റുന്ന ഒരാളാണ്. ഗാന്ധി ആത്മീയ ആചാര്യനല്ല. സ്വയം തെറ്റുപറ്റിയിട്ട് തനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ ഏറ്റവും വലിയ ശൈലി ഉപയോഗിച്ച ആളാണ് ഗാന്ധി. അതെന്റെ അബദ്ധമാണെന്നല്ല പറഞ്ഞത്, അതെന്റെ ഹിമാലയൻ അബദ്ധമാണെന്ന് പറഞ്ഞു. ഹിമാലയൻ അബദ്ധം നേരെ മുമ്പ് ആരോ പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ ശൈലി പ്രസിദ്ധമായത് ഗാന്ധിയുടെ പ്രയോഗത്തോടു കൂടിയാണ്. അപ്പൊ ഗാന്ധി തെറ്റുപറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്, സംശയമില്ല. അപ്പൊ അതുപോലെ അദ്ദേഹം സ്വന്തം മക്കള്, അദ്ദേഹത്തിന് 4 ആൺകുട്ടികളാണ്. ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ഈ 4 കുട്ടികളെയും അദ്ദേഹം പഠിക്കാൻ സ്കൂളിൽ വിട്ടിട്ടില്ല. ശരിയാണോ? ശരിയല്ല. തെറ്റല്ലേ? തെറ്റാണ്. ഹരിലാൽ എന്ന് പറഞ്ഞ മൂത്ത മകന്റെ ഏറ്റവും വലിയ വിരോധങ്ങളിലൊന്ന്, അച്ഛനോട് വലിയ വിരോധമായിരുന്നു ഹരിലാലിന്. വലിയ വിരോധങ്ങളൊന്നും എന്താ, ഇതാണ് ഒരു കാര്യം. ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, ലണ്ടനിൽ ചെന്ന് നിയമം പഠിക്കാൻ. അത് തനിക്ക് വേണമെന്ന് ഹരിലാൽ പറഞ്ഞു. ഗാന്ധി അത് വേറൊരാളുടെ മകന് കൊടുത്തു. അപ്പൊ ഇവർക്കൊക്കെ പിന്നെ അറിയുന്നത് എങ്ങനെയാണ്? ഇപ്പം ദേവദാസ് ഗാന്ധിയുടെ മക്കളാണ് ഇന്ന് നിങ്ങൾ അറിയുന്ന രാജ്മോഹൻ ഗാന്ധി, ഗോപാലകൃഷ്ണ ഗാന്ധി, രാമചന്ദ്ര ഗാന്ധി. അങ്ങനെ ആ ദേവദാസ് നാഷണൽ ഹെറാൾഡിന്റെ മാനേജിംഗ് ട്രൈ അച്ഛൻ. അദ്ദേഹം കല്യാണം കഴിച്ചത് രാജഗോപാലാചാര്യയുടെ മകള് ലക്ഷ്മിയാണ്. അപ്പൊ രാജ്മോഹൻ ഗാന്ധി എന്ന് പറയുന്ന ആളെ, ഗോപാലകൃഷ്ണ ഗാന്ധി അല്ലെ രാമചന്ദ്ര ഗാന്ധി എന്ന് പറയുന്നത് ഒരേ സമയം ഗാന്ധിയുടെയും രാജാജിയുടെയും പേരക്കുട്ടികളാണ്. ഗാന്ധിയുടെ ഏറ്റവും താഴെയുള്ള മകന് രാജഗോപാലാചാര്യയുടെ മകള് ലക്ഷ്മിയുണ്ടായ മക്കളവരൊക്കെ. തെറ്റാണത്. അത് ഗാന്ധിക്ക് ഒരു അബദ്ധം പറ്റി ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പിന്നെ അതൊരു സ്ഥിരം പരിപാടിയാണ് എന്നൊന്നല്ല. അങ്ങനെ ഒരു പരീക്ഷ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രം ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എന്നോട് വെങ്കിട്ടറാം കല്യാണം പറഞ്ഞത്. വേറെ ആൾക്കാർ എഴുതി കണ്ട് ഒരുപാട് കാലം അങ്ങനെ ഒരു സ്ഥിര ഏർപ്പാടായിട്ട് അത് ഉണ്ടായിരുന്നില്ല, ഒരിക്കലുമില്ല. എനിക്ക് ഏറ്റവും ആപത്തായിട്ട് രവിചന്ദ്രൻ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞത്, നമ്മൾ ഗാന്ധി അടയാളപ്പെടുത്തുന്നത് ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തമാണ്, നോൺ വയലൻസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. അതൊരു വലിയ പരാജയമാണെന്നും അത് പിന്നെ തരാതരം പോലെ അയാൾ ഗാന്ധി അത് ഉപയോഗിക്കുമെന്നും ഒക്കെ ശ്രീ രവിചന്ദ്രൻ പറയുന്നുണ്ട്. അത് കുറച്ച് 1-2 ഉദാഹരണവും പറയുന്നുണ്ട്. ബോൾവാറും സുലുവാറും പിന്നെ 1ാം ലോകമഹായുദ്ധമൊക്കെ. അതിന് സാറിന്റെ അഭിപ്രായം എന്താണ്? 1ാം ലോകമഹായുദ്ധം അത് 1914-18 കാലത്താണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് ഗാന്ധിയോട് വരുന്നത്. അതിൽ ഓർക്കേണ്ട കാര്യം, കോൺഗ്രസ്, അന്ന് ഗാന്ധി കോൺഗ്രസിലില്ല. 1ാം ലോകമഹായുദ്ധ കാലത്ത് ബ്രിട്ടനെ അനുകൂലിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അതിനു മുൻപ് അവിടുത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് പലതരത്തിലുള്ള ചെറിയ കലാപങ്ങളും യുദ്ധങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോഴൊക്കെ ഗാന്ധി ഇവരുടെ ഭാഗത്താണ്. ആരുടെ ഭാഗത്ത്? ബ്രിട്ടീഷുകാരുടെ ഭാഗത്താണ് ഗാന്ധി. ആ യുദ്ധത്തിന് അനുകൂലമാണ് ഗാന്ധി. എങ്ങനെ അനുകൂലമാകുന്നത്? ഗാന്ധി ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ പോവുകയോ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ കൂടുതലുള്ളവർ പ്രേരിപ്പിക്കുകയോ ചെയ്യല്ല. അദ്ദേഹം ഉണ്ടായിരുന്നത്, അദ്ദേഹം ഒരു സന്നദ്ധ സംഘം രൂപീകരിച്ചു. ഈ വെടികൊണ്ട പരിക്ക് പറ്റിയ, മഞ്ഞൾ വീണുപോയ, അല്ലെങ്കിൽ വേരത്ത് തളർന്നു പോയ, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ട് പറ്റിയ പട്ടാളക്കാരെ ശുശ്രൂഷിക്കാൻ
അതാണ് ഗാന്ധി കൂട്ടുകാർ ചെയ്ത പണി. അത് യുദ്ധത്തെ സഹായിക്കലാണ്. അത് ഞാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോ ഗാന്ധിയെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗാന്ധി എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം നേരത്തെ എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് ജീവിച്ച ആളല്ല. തൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിലൂടെ പതുക്കെ 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 ഒരു പ്രത്യയശാസ്ത്രത്തിന് രൂപം കൊടുത്ത ആളാണ് ഗാന്ധി. ഒരു ഉദാഹരണം പറയാം. ഗാന്ധി അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാമിലാണ് എൻ്റെ ഓർമ്മ. അവിടെ താമസിക്കുമ്പോൾ അവരുടെ കൂടെ 2-3 മുസ്ലിം കുടുംബങ്ങളുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിയുണ്ട്, ഫാത്തിമ എന്നാണ് അവരുടെ പേരാണ് ഓർക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ മകൻ മണിലാൽ പ്രേമിക്കും. അപ്പൊ ഈ വിവരം പറഞ്ഞ് ഗാന്ധി അന്വേഷിക്കുവാനും അയാൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഗാന്ധി സമ്മതിച്ചില്ല. എന്താ കാരണം? ഗാന്ധി അന്ന് മിശ്രവാദത്തിനെതിരാണ്. ഈ മണിലാലിന്റെ അനിയൻ ദേവദാസ് ഒരു വൈശ്യനാണല്ലോ, ബ്രാഹ്മണനായ രാജഗോപാലാചാര്യന്റെ മകളെ പ്രേമിച്ചപ്പോൾ ആ കല്യാണത്തെ ഗാന്ധി അനുകൂലിച്ചു. ഗാന്ധി പരിണമിക്കുകയാണ്, ഗാന്ധി മാറുകയാണ്. അപ്പോ ഒരു കാലത്ത് മിശ്രവാദത്തെ എതിർത്ത ഗാന്ധി പിന്നീട് മിശ്രവാദത്തെ അനുകൂലിക്കും. അപ്പൊ ഇത്തരം ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഗാന്ധിയിലുണ്ട്. ഇതിനെപ്പറ്റി ഒരു പത്രപ്രവർത്തനം ചോദിച്ചോ, ഗാന്ധി പറഞ്ഞു, അങ്ങനെ വൈരുദ്ധ്യം ഉണ്ടല്ലേ. ശരി, അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യണം. ആ കാര്യത്തെപ്പറ്റി ഞാൻ അവസാനം പറഞ്ഞാൽ എന്താ അഭിപ്രായം എടുക്കണം. കാരണം കാർൽ മാർക്സ് എന്താ ചെയ്തത്? അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ചിന്തകനാണ്, ഗവേഷകനാണ്. അദ്ദേഹം ഒരു പ്രത്യയശാസ്ത്രം, ഒരു ഐഡിയോളജി ഉണ്ടാക്കി, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഗാന്ധി ഐഡിയോളജി ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഗാന്ധിക്ക് പ്രവർത്തിച്ച് ഐഡിയോളജി ഉണ്ടാവണം. മനസ്സിലാവുന്നു? അപ്പോ ഗാന്ധിയിൽ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളും കൊണ്ടുവരായ്മകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അതിനൊക്കെ വിമർശിക്കുക. അല്ലെ, ഗാന്ധി കളാണെന്ന് പറയില്ല. ഗാന്ധി ആ കാലത്ത് അത്രയേ ഉള്ളൂ. ഗാന്ധി അദ്ദേഹം പിന്നെ പരിണമിക്കുകയാണ്, പിന്നെ വളരുകയാണ്. ഇപ്പോ എന്താണ് അരുന്ധതി റോയുടെ വിമർശനത്തിന്റെ പ്രശ്നം? അവരാ പറഞ്ഞ പലതും ശരിയാണ്. എന്താ കാരണം? അന്ന് ഗാന്ധി ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ഗാന്ധി മാറി. ഗാന്ധി വളരുന്നത് അനേകം ഗാന്ധിമാരുണ്ട്, ഒരു ഗാന്ധി അല്ല ഉള്ളൂ. നിങ്ങള് പോർബന്തറിൽ പഠിക്കുമ്പോഴുള്ള ഗാന്ധി, ലണ്ടനിൽ പഠിക്കുമ്പോഴുള്ള ഗാന്ധി, സൗത്ത് ആഫ്രിക്കയിൽ ജോലി ചെയ്യുമ്പോഴുള്ള ഗാന്ധി, ഇന്ത്യയിൽ സമരം ചെയ്യുമ്പോഴുള്ള ഗാന്ധി, ആശ്രമത്തിലെ ഗാന്ധി, പല ഗാന്ധിമാരാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇതിലെവിടെയാ ഗാന്ധിക്ക് പിഴച്ചത്? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ ഫാത്തിമയെ മണിലാൽ കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്നത് ഞാൻ അറിഞ്ഞെന്നറിയാം. മണിലാലിന്റെ മകളുടെ മകൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ സ്വന്തം വലിയച്ഛനെ പറ്റി. വലിയച്ഛന്റെ പ്രേമം മുത്തച്ഛൻ സമ്മതിച്ചില്ല എന്ന് വെച്ചിട്ട്. ആ പുസ്തകത്തിന്റെ പേര് ദ പ്രിസണർ ഓഫ് ഗാന്ധി. ദി പ്രിസണർ ഓഫ് ഗാന്ധി, ഗാന്ധിയുടെ തടവുകാരൻ. നല്ല പുസ്തകം. അപ്പൊ അത് ഗാന്ധി ഇത് ശരിയാണ്, ശരിയല്ല, തെറ്റാണ്. ആ മണിലാൽ ഫാത്തിമയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുമ്പോ അത് പാടില്ല എന്ന് പറഞ്ഞത് തെറ്റല്ലേ? തെറ്റാണ്. ഇപ്പോ ഗാന്ധിയെ പറ്റി എനിക്ക് പറയാൻ വിമർശനമുണ്ട്. ഉദാഹരണം പറയാം, ഖിലാഫത്ത് പ്രസ്ഥാനം തെറ്റല്ലേ? എന്നോട് വെച്ചാൽ മതി, തെറ്റാണ്. എന്നാ അത് ജനാധിപത്യ വിരുദ്ധ. അത് തുർക്കിയിലെ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാനാണ് ഈ സമരം. 1924 അവിടെ പിന്നീട് അധികാരത്തിൽ വന്ന അത്താതുർക്ക് അത് അബോളിഷ് ചെയ്യുന്നത്, അത് ഒഴിവാക്കുന്നുണ്ട്. അത് അദ്ദേഹം തള്ളിക്കളഞ്ഞു ഖിലാഫത്ത് എന്നുള്ള ഓഫീസ്. അപ്പൊ തുർക്കി ജനതയ്ക്ക് വേണ്ടാത്ത ഒന്നിനു വേണ്ടി ഇന്ത്യയിൽ സമരം നടന്നു. അപ്പൊ അത് ഇത് തെറ്റല്ലേ? തെറ്റാണ്. മനുഷ്യന്മാർക്ക് തെറ്റ്. ഗാന്ധി സാധാരണ മനുഷ്യനാണ്. പക്ഷെ അസാധാരണമായ രീതിയിൽ നമ്മുടെ രാഷ്ട്രത്തിനും ലോകത്തിനും വേണ്ടി പലതും ചിന്തിക്കുകയും എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രചോദന കേന്ദ്രങ്ങളിൽ ഒന്ന് ഗാന്ധിയാണ്. അപ്പൊ ഞാൻ എന്റെ വിശ്വാസമാണ് പറഞ്ഞത്. ഇത് അപ്രായോഗികമാണ് എന്ന് പറയാനായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടെന്നേ, അതിലൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? ഗാന്ധിയിൽ ഇപ്പോ പ്രധാനമായിട്ട് ഞാൻ എടുക്കുന്ന 2 ആശയങ്ങളാണ്. ഒന്ന് സത്യം, 2 അഹിംസ. ഇത് രണ്ടും ഇല്ലാതെ ജനാധിപത്യം നിലനിൽക്കില്ല. ഞാൻ ജനാധിപത്യ വിശ്വാസിയാണ്. ഞാൻ ആ ജനാധിപത്യം പ്രധാനമായിട്ട് പഠിക്കുന്നത് എവിടുന്നാണ്? ഗാന്ധിയിൽ നിന്നാണ്. ഗാന്ധിയുടെ വ്യക്തിത്വത്തിൽ ഉടനീളം അതുണ്ട്.
അപ്പൊ ഞാൻ ചില ഉദാഹരണം നേരത്തെ ബിനുവിനോട് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ പത്രം നടത്തുമ്പോഴാണെങ്കിലും, ആശ്രമത്തിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിലും, മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ ധാരാളമുണ്ട്. ഗാന്ധിയെ പരിഹസിക്കുകയും ഗാന്ധിയെ പുച്ഛിക്കുകയും ഗാന്ധിയെ വിമർശിക്കുകയും ചെയ്യുന്ന എത്രയോ ആൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോ രാജാജിക്ക് വലിയ വിമർശനമുണ്ട്, അനവധി കാര്യങ്ങളുണ്ട്. ഒരു സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ്, ബന്ധുക്കളാണ്. നെഹ്റുവിനുണ്ട്, സുഭാഷ് ബോസിനുണ്ട്, ഇവർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഗാന്ധി അങ്ങനെ വിമർശിക്കാത്ത ഒരാൾ എന്റെ പരിമിതമായ അറിവില് ബാദ്ഷാ ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ, അദ്ദേഹമൊന്നും വിമർശിക്കാൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അത് വിഭജനത്തെ എതിർത്തിട്ട് അദ്ദേഹം പോകുമ്പോൾ പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ ചെന്നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുത്തു. ആ പ്രഭാഷണത്തിന്റെ ഏറ്റവും അവസാനം ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ വലിയ ഡിസാസ്റ്റർ ആകുമായിരുന്നു എന്ന് ചില ചേഷ്ടകളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നത്, അല്ല അതും ഡിസാസ്റ്റർ ആകും എന്ന് പറയുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അണ്ണാ ഹസാരെയുമായിട്ടാണ് അതിനെ താരതമ്യം ചെയ്യുന്നത്. അപ്പം അണ്ണാ ഹസാരെ പോലെ ഒരു അവഹേളന കഥാപാത്രമായി മാറും. അല്ല, അണ്ണാ ഹസാരെ അവഹേളന കഥാപാത്രമൊന്നുമില്ല എന്ന ഒരു, അതെ, അല്ല, അണ്ണാ ഹസാരേക്ക് ഇപ്പോ ആരും ശ്രദ്ധിക്കാത്ത ഒരാളാണ് അണ്ണാ ഹസാരെ. അതെ, ആ അർത്ഥത്തിലായിരിക്കാം. എന്താ ചോദ്യം? എന്താ എന്റെ ചോദ്യം, ഗാന്ധി അങ്ങനെ ഒരു ആളായി തീരുമായിരുന്നോ, അല്ലെങ്കിൽ സാധ്യതകൾ എന്താണ്? എനിക്ക് വലിയ കഷ്ടം തോന്നുന്നുണ്ട് ബിനു. എന്താ വെച്ചാല് എന്റെ കണക്കിന് ഗാന്ധിയെപ്പോലൊരു വലിയ മനുഷ്യൻ ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായി ഉണ്ടാവുന്ന ഒരു മനുഷ്യൻ, അത് ഞാൻ ഇന്ന് പറയുന്നതല്ല, അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് തന്നെ പറയും. 1924 എൻ്റെ ഓർമ്മ, ഫ്രഞ്ച് ചിന്തകൻ റൊമൈൻ റോളണ്ട് അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ ജീവചരിത്രം റൊമൈൻ റോളണ്ട്, ടോൾസ്റ്റോയ് അദ്ദേഹത്തിന് കത്തെഴുതി. വലിയ ആ കത്തറവാട് വളരെ പ്രസിദ്ധമാണ്, ഒരുപാട് കത്ത്. അവരൊന്നും കണ്ടിട്ടില്ല ടോൾസ്റ്റോയ്. പോട്ടെ, അതൊക്കെ ഇപ്പോൾ ഒരുപാട് പറയാൻ. അപ്പൊ അങ്ങനെ അണ്ണാ ഹസാരയുടെ ഞാൻ വായിച്ചൊരു കാര്യം പറയാം. അണ്ണാ ഹസാരെ അവിടെ ഒരു വലിയൊരു ഗ്രാമപ്രദേശം മഹാരാഷ്ട്രയിൽ. അപ്പൊ അവിടെ ആള് കള്ളു കുടിച്ചാലോ ബീഡി വലിച്ചാലോ അവിടെ തെങ്ങുമക്കെട്ടി അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത്ര നമ്മുടെ വെങ്കടേഷ് രാമകൃഷ്ണൻ, എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം ഒരു ലേഖനത്തിൽ എഴുതിയാണ് ഞാൻ പറയുന്നത്, മലയാളത്തിൽ എഴുതിയൊരു ലേഖനം. അദ്ദേഹം ഹിന്ദുവിന്റെ വലിയ അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ. അപ്പൊ വെങ്കടേഷ് ചോദിച്ചു, വീടി വലിച്ചതിനും സിഗരറ്റ് അല്ല എന്താ കള്ളു കുടിച്ചതിനൊക്കെ ആള് തെങ്ങ് കെട്ടി അടിക്കും. അതെ, അദ്ദേഹം ഗാന്ധിയനാണെന്നാണോ പറഞ്ഞത്? അതെ, അദ്ദേഹം പട്ടാള ഗാന്ധിയാണ് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ ചിന്തകനായോ ഒരു തത്വചിന്തകനായോ ശരിക്കും ഒരു നേതാവായോ ഒരു ഗ്രന്ഥകാരനായോ ഒന്നും അണ്ണാ ഹസാരെ നമ്മുടെ മുമ്പിൽ വന്നായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ അണ്ണാ ഹസാരയെ നിന്ദിച്ചൊരു വാക്കും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അണ്ണാ ഹസാരെ ഒരു പരിഹാസ കഥാപാത്രമാണ് എന്ന് ഉദ്ദേശിച്ചായിരിക്കാം ശ്രീ രവീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ പല അദ്ദേഹത്തിന് സോദരനുണ്ട്, സോദരൻ. പക്ഷെ എനിക്ക് പറയാനുള്ളത് താരതമ്യേന അതുമായിട്ട് ഒരു തരത്തിലുള്ള താരതമ്യവും അർഹിക്കാത്ത ഒരാളുമായിട്ട് അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത് ആ രണ്ടുപേരോടും ചെയ്യുന്ന അനീതിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. താനൊരു ഗാന്ധി ശിഷ്യനാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് അണ്ണാ ഹസാരെ എന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന്റെ വേഷം, അദ്ദേഹത്തിന്റെ സമ്പ്രദായങ്ങളൊക്കെ, പിന്നെ ഈ പറഞ്ഞ മാതിരി പട്ടാള ഗാന്ധിയാകുന്ന ഘട്ടമുണ്ടാവാൻ എനിക്ക് അറിഞ്ഞൂടാ. ഗാന്ധിയാണെന്നും ചെയ്യില്ല. അപ്പോ ഇങ്ങനെ അഹിംസയ്ക്കും
സ്നേഹത്തിനും ദയയ്ക്കും വേണ്ടി ഒരാൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അത്തരം മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തതിൻ്റെ ഉദാഹരണമാണ് ഗാന്ധി. അദ്ദേഹത്തെ അനവധി ആളുകൾ അദ്ദേഹം ഇരിക്കെ തന്നെ പുച്ഛിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരത്ഭുതമില്ല. അപ്പോ രവീന്ദ്രൻ സി എന്ന് പറയുന്ന പ്രഭാഷകന്, എന്ന് പറയുന്ന ഗ്രന്ഥകാരന്, എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്തകന് ഗാന്ധിയെപ്പറ്റി യാതൊരു ബഹുമാനവും ഇല്ല എന്ന് കാണിക്കുന്ന ഒരു വാക്യമാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെപ്പറ്റി അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ എനിക്കൊന്നുമില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു കാര്യം ഒരിക്കലും പറയാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിനെപ്പറ്റി എനിക്ക് കഷ്ടം തോന്നുന്നുണ്ട്. എൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നവനാസ്തികർ എന്ന് വിളിക്കാനാണ് അവർക്കിഷ്ടം. രവിചന്ദ്രനും കുറേ അനുയായികളും ഉണ്ട്. അവർക്ക് ചരിത്രത്തിലെ ചില പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് കരുതുന്ന വ്യക്തികളെയൊക്കെ അധിക്ഷേപിക്കുകയും അവർക്കൊന്നൊരു മൂല്യം ഇല്ല എന്ന് വരുത്തിർക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഒരു മതവാദിയാണ്, സഹോദരൻ അയ്യപ്പൻ ഒരു ജാതിവാദിയാണ്, യേശു ഒരു പൊട്ടനാണ്, വട്ടനാണ്, ഗാന്ധി ഒരു ഡിസാസ്ട്രസ് ആണ്, ഇങ്ങനെയൊക്കെ തുടങ്ങും. പിന്നെ ക്യാപിറ്റലിസം എന്ന സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ശരി, സെക്യുലറിസം എന്ന് പറയുന്നത് ഒരു സിക്കുലറിസമാണ്. എന്ത് സെക്യുലറിസം? ഒരു സിക്ക് രോഗാവസ്ഥയാണ്. ഇക്വാലിറ്റി, സമത്വം എന്ന് പറയുന്നത് ഒരിക്കലും പ്രകൃതിയിലോ എവിടെയോ ഉള്ളതല്ല. അതിനകത്തേക്ക് പോകേണ്ട ഒരു സാധനമല്ല. ഇത്തരത്തിലൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ, പ്രഭാഷണങ്ങൾ നടത്തുന്നവരാണ്. എന്താണ് സാറിന് ഈ നവനാസ്തികരെ കുറിച്ച്? ഇപ്പോ ബിനു പറഞ്ഞു കേട്ട ഈ ആളുകളുടെ പലരുടെയും പ്രഭാഷണങ്ങളോ പ്രബന്ധങ്ങളോ പ്രവർത്തനങ്ങളോ ഒന്നും ഞാനങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് അത് വിശ്വസിക്കാൻ പറയണം. അപ്പോൾ ഞാൻ ക്യാപിറ്റലിസത്തെ അംഗീകരിക്കുന്ന ഒരാളല്ല. ഞാൻ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്. എന്താ അത്? ഞാൻ അടിസ്ഥാനപരമായി സമത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രകൃതിയിൽ അതില്ല, അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണം. പ്രകൃതിയിൽ അതില്ലാന്നേ. പ്രകൃതിയിൽ സമത്വമൊന്നുമില്ല, നമ്മളത് ഉണ്ടാക്കണം. അതാണ് എൻ്റെ കാര്യം. അതായത് മനുഷ്യന്റെ സംസ്കാരം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് സമത്വം, അല്ല പ്രകൃതിയിലല്ല. ഒരിക്കലും അല്ലല്ലോ. അപ്പോ എന്താണ് സോഷ്യലിസം? അല്ലെങ്കിൽ പഴയ വാക്ക് പറഞ്ഞാൽ സ്ഥിതി സമത്വവാദം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിലെ സമ്പത്ത് അതിലെ മുഴുവൻ പൗരന്മാർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന്. ക്യാപിറ്റലിസം അതിൽ അധ്വാനിക്കുന്നവർക്കും മിടുക്കന്മാർക്കും അതിൽ വ്യാപാര വ്യവസായം ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അത് അധികമായി കിട്ടി, കുറെ ആൾക്ക് കുറച്ച് കിട്ടി, ചില ആൾക്ക് തീരെ കിട്ടിയിട്ടേ ഇല്ല എന്നാവുന്നതിന് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഞാൻ ഇതിനെതിരാണ്. അതിപ്പോ ആര് പറഞ്ഞാലും, അതിപ്പോ കമ്മ്യൂണിസം എന്ന പേരിൽ ചൈന നടപ്പാക്കുന്നത് ക്യാപിറ്റലിസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസം അവിടെ പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോ പിന്നെ ഇത് നടപ്പാക്കാൻ സാധിക്കും. നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ നടപ്പാക്കാൻ സാധിക്കും. ഇപ്പോ സുഖഭോഗങ്ങൾ, സമ്പത്ത്, ലാഭം തുടങ്ങിയവയിലാണ് മനുഷ്യന്റെ സുഖം, സന്തോഷം എന്ന് വിചാരിക്കുന്നത് എൻ്റെ കണക്കിന് ഒരു രോഗാവസ്ഥയാണ്. സെക്യുലറിസം എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ കാരണം? ഇന്ത്യക്ക് വേറെ വഴിയില്ല. എന്താ സെക്യുലറിസം എന്ന് പറഞ്ഞത്? അത് വളരെ ലളിതമാണ്. നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ സങ്കല്പം എന്താണെന്ന്. അതായത് രാഷ്ട്രത്തിന്റെ കണ്ണിൽ എല്ലാ മതങ്ങളും തുല്യമാണ്. ഏത് മതത്തിൽ വിശ്വസിക്കാൻ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാൻ, ഏത് ദൈവത്തെ ആരാധിക്കാൻ ഒരു ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ, ഏത് മതത്തെ വിമർശിക്കാൻ ഒരു മതത്തെ വിമർശിക്കാതിരിക്കാൻ ഒക്കെയുള്ള സ്വാതന്ത്ര്യം.
ഞാൻ വിമർശിക്കുന്നില്ല, ഓക്കെ, നിങ്ങൾ വിമർശിക്കുന്നുണ്ട്, ഓക്കെ. അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. അപ്പോ മതവിശ്വാസം പിന്തിരിപ്പനാവൂല്, അത് പല ഘട്ടങ്ങളിലും പിന്തിരിപ്പനാവും. മതങ്ങൾ സന്താനം എന്തെണ്ണം പാടില്ല എന്ന് പറയും, അല്ലെ പെണ്ണുങ്ങൾ വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന് പറയും, അല്ലെ അയിത്ത ആചരിക്കണം എന്ന് പറയും, അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസം വേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം വേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ശൈശവ വിവാഹം വേണമെന്ന് പറയും. ഇതൊക്കെ ഇല്ല ഉണ്ട്. അതിനൊക്കെ നമ്മൾ വിമർശിക്കണം. അതൊക്കെ തിരുത്തി 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 മുന്നോട്ട് പോവാ. അതായത് കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പരിഷ്കരണ വിധേയമായിക്കൊണ്ടാണ് മതം ജനാധിപത്യത്തിന്റെ കൂടെ പോകേണ്ടത്. അല്ലാതെ മതത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോകില്ല, മതത്തിനനുസരിച്ച് അങ്ങോട്ട് പോകില്ല. അപ്പൊ നരബലി, അയിത്തം, സതി, അല്ലെങ്കിൽ സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനം ഒരുപടി അങ്ങോട്ട് ഓരോ മതത്തിലുണ്ട്. ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ബഹുഭാര്യത്തുണ്ട്, അല്ലെങ്കിൽ മുഖം മൂടുന്ന പർദ്ദയുണ്ട്. ഇതൊക്കെ നിരോധിക്കുന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. മനസ്സിലായോ? അപ്പോ മുഖം മൂടുന്ന പർദ്ദ എന്ന് പറഞ്ഞത് എന്നെ നിങ്ങളെ ബാധിക്കുന്നേ. അവര് ഒരാൾക്ക് ഇടാൻ ഇഷ്ടമുണ്ടോ എന്നുള്ള അല്ല കാര്യം. ഇതേ സമയത്ത് ഹിജാബ് ധരിക്കണം എന്നുള്ള ഒരാൾക്ക് ഹിജാബ് ധരിക്കാൻ സ്വാതന്ത്ര്യം വേണം. എന്താ കാരണം? അതെന്നെ ബാധിക്കില്ല. നിങ്ങൾ മുഖം മൂടിയിട്ട് വന്നാൽ നിങ്ങളാണോ വേറെ ആളാണെന്ന് എനിക്കറിയില്ല. എനിക്ക് നാട്ടിൽ ജീവിക്കണ്ടേ? എനിക്കൊരു തീവണ്ടി കയറണം, ഒരു ബസ്സിൽ കയറണം, ഒരു ഹോട്ടലിൽ പോകണം, ഒരു ആശുപത്രിയിൽ പോകണം. ധാരാ വരുന്നെന്ന് അറിയും? അറിയില്ലല്ലോ. ആൾമാറാടുന്ന സൗകര്യം കിട്ടും മുഖം മൂടുന്ന പർദ്ദ ഉണ്ടായാലും. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ മതേതരത്വം എന്ന് പറഞ്ഞതാ. അതിനൊക്കെ ഇപ്പൊ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ നമ്പൂതിരിമാരുടെ ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക്, അന്തർജനങ്ങൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളുടെ ഇടയ്ക്കുള്ള പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ കാര്യം പറഞ്ഞേ. ഇതുപോലെ അനവധി കാര്യങ്ങൾ. വയസ്സറിയിച്ചാൽ പിന്നെ പഠിക്കാൻ പോകാൻ പറ്റില്ല. എന്റെ വീട്ടിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന എന്റെ അനിയത്തിയാണ്. അവൾ വയസ്സറിയിച്ചാൽ പഠിക്കാൻ പറ്റില്ല. അവൾ 7ാം ക്ലാസ് പാസ്സായില്ല. അറിയിച്ചു. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എതിർക്കണം. അപ്പൊ മതം നിരോധിച്ചിട്ട് വേണം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? മതരഹിത സമൂഹമല്ല, മതവിരുദ്ധ സമൂഹമല്ല. ജനാധിപത്യത്തിന് ഒക്കുന്ന മട്ടിൽ മതത്തെ പരിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹമാണ്. അപ്പൊ ആ മതേതരത്വം ഇല്ലെങ്കിൽ നമുക്ക് ജനാധിപത്യം ഉണ്ടാവില്ല. ജനാധിപത്യം ഇല്ലെങ്കിൽ മതേതരത്വം ഉണ്ടാവില്ല. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ ദേശീയത ഉണ്ടാവില്ല. നമ്മൾ നിലനിൽക്കുന്നത് അങ്ങനെയാ. ഈ 3 ആദർശങ്ങളാണ് നമ്മൾ നിലനിൽക്കുന്നത്. ദേശീയത ഡിഗ്രി കൂടിയാൽ അത് ലഹരിയായ ആപത്താണ്. അത് വേറെ. നമുക്ക് നിലനിൽക്കണല്ലോ. ഒരു ദേശരാഷ്ട്രമായിട്ട് ഇന്ത്യക്ക് നിലനിൽക്കണം. അപ്പൊ ഇന്ത്യ നിലനിൽക്കണം എന്ത് വേണം? അപ്പൊ ബാബരി പള്ളി പൊളിക്കാൻ പറ്റൂല. നമുക്ക് ബാബരി പള്ളി പൊളിക്കുന്ന മതേതരത്വം തകരാറാവും. അതെ, ഒരു ഉദാഹരണം പറയണേ. ഇതുപോലെ അനവധി കാര്യങ്ങൾ. അപ്പോ സെക്കുലറിസം എന്താണ്? സിക്കുലറിസം എന്താണ്? സെക്കുലറിസം എന്നൊക്കെ യുക്തിവാദികൾ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ. ഈ വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എനിക്കറിയുന്ന ചില യുക്തിവാദികളുണ്ട്, ഒക്കെ പഴയ ആൾക്കാരാണ്. ഇപ്പോ EA ജബ്ബാർ മാഷോ U കലാനാഥൻ മാഷോ ഒന്നും അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എഴുതിയായിട്ട് അവരുടെ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ പഴയ ആളുകൾ സഹോദരൻ അയ്യപ്പൻ, നമ്മുടെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, MC ജോസഫ്, പവനൻ, അങ്ങനെ തുടങ്ങിയുള്ള ഞാൻ പവനൊക്കെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നതാണ്. മറ്റേ MC ജോസഫിന്റെ പുസ്തകമൊക്കെ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. കുറ്റിപ്പുഴയുടെ ഒക്കെ. സഹോദരൻ അയ്യപ്പനെ ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. അവരിതിങ്ങനെ പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അയ്യപ്പ മാഷൊക്കെ ജാതിവാദിയാണെന്ന് ആരും പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിലും ആ കഷ്ടമാണ്. എന്താ കാരണം വെച്ചാല് അന്നത്തെ ഒരു ഉദാഹരണം പറയാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനും എന്ന് നാരായണ ഗുരു, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ അയ്യപ്പ മാഷ് പറയാണ്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനും. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത്, നാം പറഞ്ഞത് അയ്യപ്പ മാഷ് പറഞ്ഞത് ഒന്ന് തന്നെയാണ്. മനസ്സിലായി? അപ്പൊ ഇവര് നാരായണ ഗുരു മതം എന്ന് പറഞ്ഞ എന്താ അർത്ഥത്തിലാണ് നമ്മൾ ആലോചിക്കണം. എന്റെ അറിവിൽ മലയാള ഭാഷയിൽ, മലയാള കവിതയിൽ ആദ്യമായിട്ട് മുഹമ്മദ് നബിയെ പറ്റിയുള്ള ഒരു പരാമർശം വരുന്ന നാരായണ ഗുരുവിന്റെ കവിതയാണ്. അനുകമ്പ ദശകത്തിൽ 1914 കരുണാവാൻ നബി മുത്തുരത്നമോ എന്നൊരു വരിയുണ്ട്. ഉദാഹരണം പറയണ്ടേ? അപ്പോ ഈ സമുദായ മൈത്രി, സൗഹാർദ്ദം, മതേതരത്വമൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുക. മതങ്ങളെ വിമർശിക്കട്ടെ. ഞാൻ എന്നെ കൊണ്ടാവുമ്പോൾ വിമർശിക്കുന്ന ഒരാളാണ്. മതങ്ങളെ എന്നെ കൊണ്ടാവുമ്പോൾ വിമർശിക്കാൻ ഞാൻ ജീവിതത്തിൽ എടുത്ത പ്രധാനപ്പെട്ട പണി. അപ്പൊ എന്റെ തെളിവ്, എന്റെ ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസംഗങ്ങളും ഉണ്ട്. അപ്പൊ മതം നിരോധിക്കണം,
വേണ്ടെന്ന് ഞാൻ പറയും. കാരണം അൽബേനിയയിൽ അത് നിരോധിച്ച കഥ ഞാൻ പണ്ട് വായിച്ചതിന്റെ ചരിത്രത്തിൽ 48-ൽ 23 കൊല്ലം അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. റഷ്യ ഒരിക്കലും മതം നിരോധിച്ചിട്ടില്ല, മതം നിയന്ത്രിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഉദാഹരണം പറയാം. അപ്പോ ഇപ്പൊ ഈ നവനാസ്തികത എന്നൊക്കെ വിനു പറഞ്ഞു കേൾക്കുമ്പോൾ ആ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, മറ്റേ വാക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഏതായാലും ഞാന് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ദേശീയതയിലൊക്കെ വിശ്വാസമുള്ള ഒരാളാണ്. എനിക്ക് സോഷ്യലിസത്തിൽ വാസ്തവമായി വിശ്വാസമുണ്ട്. ഞാനിപ്പോൾ അതിങ്ങനെ പറയുന്നില്ല, ഞാൻ വല്ലതും പ്രവർത്തിക്കുന്നു, എനിക്ക് പ്രവർത്തിക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ല, ഞാനൊരു പാർട്ടിയുടെ ആളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എന്തിന്റെ പേരിലാണെങ്കിലും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാതെ സംസ്കാരം നിലനിൽക്കാൻ സാധിക്കില്ല. സത്യം, ദയ, സ്നേഹം, അഹിംസ തുടങ്ങിയുള്ള മൂല്യങ്ങളെ പറ്റിയാണ് പറയുന്നത് ഞാൻ. അതുപോലെ സാംസ്കാരികമായ അനവധി മൂല്യങ്ങൾ വേറെ ഉണ്ട്. ഇപ്പോൾ കുടുംബ ബന്ധങ്ങൾ, അമ്മ, അച്ഛൻ, പെങ്ങൾ എന്നൊക്കെയുള്ളത് വലിയ സംഗതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഏറ്റവും അവസാനം ഇറങ്ങിയ പുസ്തകം ഉമ്മ എന്നാണ്. എൻ്റെ ഉമ്മയെ പറ്റി ഞാൻ എഴുതിയ പുസ്തകം. വലിയൊരു സംഗതിയാണ് ഞാൻ വിചാരിക്കുന്നത്. വാപ്പ എന്ന് പറയുന്നത്, അല്ലെ അപ്പൻ എന്ന് പറയുന്നത്, അല്ലെ മകൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം വ്യക്തിബന്ധങ്ങൾ പ്രകൃതിയിലുള്ളതല്ല. പശുവിന് എന്താ അമ്മയാണ്, കാക്കയ്ക്ക് എന്ത് അച്ഛനാണ്, ആനയ്ക്കുണ്ടോ അച്ഛൻ, അല്ലെ അമ്മ, പന്നിക്കുണ്ടോ? അവരൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ മക്കളെ കൊത്തിയാട്ടും. കോഴിയൊക്കെ മക്കളെ കൊത്തിയാട്ടും. നമ്മളങ്ങനെയല്ല. അപ്പൊ അത്തരം കുടുംബ മൂല്യങ്ങളൊക്കെ ശരിയാണോ, തെറ്റുണ്ടാവും, വിമർശിക്കാം, തിരുത്താം. അപ്പൊ അതുകൊണ്ട് മൂല്യങ്ങളിലാണ് എനിക്ക് വിശ്വാസം. ആ മൂല്യങ്ങളിൽ വിശ്വാസമില്ലാതെ ആരെ വിമർശിച്ചാലും അത് ആ വിമർശിച്ചവനും പോയി എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. ഇപ്പൊ ഇങ്ങനെയൊക്കെ ക്രിസ്തുവിനെ പറ്റിയോ ഗാന്ധിയെ പറ്റിയോ ഒക്കെ എങ്ങനെയൊക്കെ പറയാൻ ആ സുഹൃത്തുക്കൾക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അവർക്ക് കഷ്ടം എന്ന് മാത്രമാണ്. ഏറ്റവും അവസാനമായി ഈ വെടിയേറ്റ വന്മരം എന്ന പ്രഭാഷണം മാഷും കേട്ടതല്ലേ? കൂടുതൽ എന്തെങ്കിലും എന്റെ ചോദ്യത്തിന് അപ്പുറമായി എന്തെങ്കിലും കൂട്ടിച്ചേർത്ത്? ഇല്ല, പ്രധാനപ്പെട്ടതൊക്കെ ബിനു ചോദിച്ചു. മാത്രമല്ല ഇപ്പൊ 2.5 മണിക്കൂറായി. ഇനിയിപ്പോ ഇത് നീണ്ടാൽ ആളുകൾക്ക് വാസ്തവത്തിൽ ബോറടിക്കും. ഇങ്ങനെ ഒരു സംഭാഷണം നടത്തിയതിനും വളരെ സൗഹാർദ്ദപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചതിനും നന്ദി. നമ്മുടെ ഇത് ചിത്രീകരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ജോണിന് പ്രത്യേകം നന്ദി. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഒപ്പം നടക്കുകയും ഇങ്ങനൊരു ഇന്റർവ്യൂ തരുകയും ഒക്കെ ചെയ്ത സാറിന് ഒത്തിരി നന്ദി.